നമസ്കാരം, ഞാൻ സതീദേവി മേനോൻ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വലിയ അറിവുകളോ അക്കാഡമിക് ലെസൺസോ അല്ല, മറിച്ച് ഞാൻ വർഷങ്ങളായി എൻ്റെ കൂടെ കൂട്ടിയിട്ടുള്ള വലിയൊരു സത്യത്തെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും മറ്റുള്ളവരുടെ സ്നേഹത്തിനും ആശ്വാസത്തിനും വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത് മറ്റാരുമല്ല, അത് ഞാൻ തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ താമസിച്ചിരുന്ന കാലം തൊട്ടേയുള്ള ഒരു ശീലമാണ്. എനിക്ക് എപ്പോഴെങ്കിലും സങ്കടം വരുമ്പോഴോ ഒറ്റപ്പെട്ടതായി തോന്നുമ്പോഴോ ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. എങ്ങനെ? നമ്മളൊരു ഫ്രണ്ടിനെ നമ്മൾ വിഷമം വരുമ്പോ നമ്മൾ ആശ്വസിപ്പിക്കില്ലേ? പോട്ടെ, കുഴപ്പമില്ല, ഇതെല്ലാം മാറും, ഈ സമയവും കടന്നു പോകും എന്ന് പറയുന്നത് പോലെ ഞാൻ എന്നോട് തന്നെ ഞാൻ പറയാറുണ്ട്. അങ്ങനെ ഞാനിപ്പോ എന്നെ സ്നേഹിക്കാനും എന്റെ സങ്കടങ്ങളിൽ നിന്ന് മറികടക്കാനും എല്ലാം ഞാൻ പഠിച്ചു. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോ മറ്റുള്ളവർക്ക് തോന്നും, ഓ, ഇതൊരു ഭ്രാന്തല്ലേ എന്ന് തോന്നും. അല്ല, ഇത് എന്റെ മനസ്സിന്റെ കരുത്താണ്. ലോകം മുഴുവൻ കുറ്റപ്പെടുത്തിയാലും സ്വന്തം നമ്മൾ കണ്ണാടി നോക്കിയിട്ട് പറയാണ്, നിനക്കൊരു പ്രോബ്ലം ഇല്ല, നീ മിടുക്കിയാണ്, നിനക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഒരു വിജയം വേറെ ഒന്നുമില്ല. നമ്മൾ നമ്മളോട് തന്നെ പറയാണ്, നീ മിടുക്കിയാണ്, നിനക്ക് യാതൊരു വക പ്രോബ്ലം ഇല്ല, എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നീ പിടിച്ചു നിൽക്കും എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ ഒരു വിജയം, അല്ലേ? ഇന്നിപ്പോ ഞാൻ എന്ത് തന്നെ വിഷമം വന്നാലും എനിക്കൊരു ആളുടെ തോള് വേണ്ട കരയാൻ വേണ്ടിയിട്ട്. ചിലര് കണ്ടിട്ടില്ലേ, ഭയങ്കര വിഷമം വരുമ്പോ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ തോന്നുന്നു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എന്റെ സങ്കടങ്ങളും എന്റെ സന്തോഷങ്ങളും എല്ലാം ഞാൻ എന്റെ മനസ്സിന് ഞാൻ പറഞ്ഞു പഠിപ്പിക്കും. ഇന്നിപ്പോ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും, പോട്ടെ, അത് മാറും, ഈ സമയവും കടന്നു പോകുമല്ലോ, ഇത് തന്നെ എന്നും ഒരു വിഷമം തന്നെയായിട്ട് ആർക്കും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സിനോട് ഞാൻ തന്നെ പറയും, ഡോണ്ട് വറി, വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് അങ്ങോട്ട് പറഞ്ഞു നോക്കൂ. അതാണ് ഇപ്പൊ എന്നെ കൂടുതൽ കോൺഫിഡന്റ് ആക്കി മാറ്റിയേക്കാണ് ഈ ഒരു പ്രാക്ടീസ്. ജീവിതം നമ്മളെ പലപ്പോഴും തളർത്താൻ നോക്കും. അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കണം. ആ ശബ്ദം നമ്മളെ സ്നേഹിക്കുന്നതായിരിക്കണം, പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം. ജീവിതകാലം മുഴുവൻ നമ്മൾ നമ്മുടെ തന്നെ ആരാധികയായി മാറണം. എന്നെ ഞാനായിട്ട് നിലനിർത്തുന്നത് തന്നെ ഈ സ്വയം സംസാരമാണ്. സെൽഫ് ലവ് ഈസ് നോട്ട് സെൽഫിഷ്, ഇറ്റ് ഈസ് എസെൻഷ്യൽ. നമുക്കിഷ്ടമുള്ള ഒരാളോട് നമ്മൾ എങ്ങനെ സംസാരിക്കും? നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം, ജീവിതത്തിൽ ഇനി ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ ആ ആളായിട്ട് നമ്മൾ ഷെയർ ചെയ്യാത്തത്. പക്ഷെ ആ ആളും നമ്മളെ വിട്ടു പോവാം. അപ്പൊ അതിനേലൊക്കെ എത്രയോ ബെറ്റർ ആണ് നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മുടെ സന്തോഷങ്ങളും എല്ലാം നമ്മൾ നമ്മളോട് തന്നെ ഷെയർ ചെയ്യാം. നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു സോൾ ഉണ്ടല്ലോ, അതിനോട് സംസാരിക്കാൻ പഠിക്കുക. അത്രയും ഒരു ആശ്വാസം വേറെ ഒന്നുമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്റെ ജീവിതത്തിൽ ഇപ്പൊ എനിക്ക് വളരെയധികം മനസ്സമാധാനം ഉണ്ട്. അത് വിചാരിച്ചിട്ട് എപ്പോഴും പ്രോബ്ലത്തിലാണ് എന്നല്ല ഞാൻ പറയണേ. എന്തൊരു കുട്ടി കാര്യം വന്നാലും നമ്മൾ വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആവും, അല്ലെ? ഒരാള് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം വന്നു പറഞ്ഞു, അപ്പൊ നമ്മൾ ഇറിറ്റേറ്റഡ് ആയി അയാളായിട്ട് ഒന്ന് ഫോണിൽ സംസാരിച്ചു. അതിലൊക്കെ എത്ര ബെറ്റർ എന്താ പറയാ, നെഗ്ലക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ കണ്ണാടിയിൽ നോക്കുക, നമുക്ക് തന്നെത്താൻ പറയാൻ പറ്റണില്ലെങ്കിൽ. അതൊരു ശീലമായി കഴിഞ്ഞാൽ നമുക്ക് കണ്ണാടിയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെത്താൻ തന്നെ കണ്ണടച്ചിരിക്കാം, അല്ലെങ്കിൽ പണി ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ നമുക്ക് ഈ പ്രോബ്ലംസ് മുഴുവൻ പറഞ്ഞു തീർക്കാം. ട്രൈ ചെയ്ത് നോക്കൂ. എന്റെ ജീവിതത്തിൽ എനിക്കത് ഭയങ്കര ഒരു കരുത്തായിട്ട് തോന്നാറുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.